Hello friends, welcome to SAC, Center Institution Center Marathambadi, free education to all. Please subscribe to our YouTube channel for new updates. പുതിയ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ? അതിനായി ഇവിടെ ഈ അറ്റത്ത് താഴെ സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. സമാന്തര ശ്രേണികൾ SSLC മാത്സ് ചാപ്റ്റർ 1 പാർട്ട് 5. നമ്മൾ സമാന്തര ശ്രേണി എന്താണെന്ന് നമുക്കറിയാം. ഒരേ സംഖ്യ തന്നെ കൂടി പോകുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. ഒരു സമാന്തര ശ്രേണി സാർ എഴുതിയാണ് 2, 4, 6. തൊട്ടടുത്ത സംഖ്യ പറയാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റും, ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. എന്താണ്, ഈ സമാന്തര ശ്രേണിയിൽ 2 വീതമാണ് കൂടി പോകുന്നത്. അപ്പോൾ തൊട്ടടുത്ത സംഖ്യ എന്തായിരിക്കും? 8. പിന്നത്തെ സംഖ്യ എന്തായിരിക്കും? 10. അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ സമാന്തര ശ്രേണിയിലെ ഓരോ സംഖ്യകളെയും നമുക്ക് ഓരോ പദങ്ങളാണെന്ന് പറയാം. ഇത് ഒന്നാമത്തെ പദം x1 എന്ന് സൂചിപ്പിക്കാം. ഇത് രണ്ടാമത്തെ പദം x2. ഇത് 6 എന്ന് പറയുന്നത് മൂന്നാമത്തെ പദം x3. 8 എന്ന് പറയുന്നത് നാലാമത്തെ പദം x4. 10 എന്ന് പറയുന്നത് അഞ്ചാമത്തെ പദം x5. ഓക്കെ, ഇനി അടുത്ത സംഖ്യ ആരായിരിക്കും? ആറാമത്തെ പദം x6. കണ്ടോ? ഇങ്ങനെ പോകും. അപ്പോൾ അടുത്ത സംഖ്യ ചോദിച്ച് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പൊതുവ്യത്യാസം കൂട്ടിയിട്ട് പറയും അല്ലേ? 12 എന്ന് ഉത്തരം പറയും. എന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് ആദ്യത്തെ 3 സംഖ്യ മാത്രം തരുന്നുള്ളൂ. 2, 4, 6. ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ ആറാമത്തെ പദം എത്രയാ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂട്ടിയെടുക്കാതെ എങ്ങനെ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. നമുക്ക് ഈ ആറാമത്തെ സംഖ്യ കാണാൻ ഒരു മാർഗമുണ്ട്. ആറാമത്തെ സംഖ്യ സമം ഒന്നാമത്തെ സംഖ്യ പ്ലസ് ആറാമത്തെ ഇതിൽ നിന്ന് 1 കുറയ്ക്കുക, 6ൽ നിന്ന് 1 കുറയ്ക്കുക, ഇൻറ്റു പൊതുവ്യത്യാസം. എന്താണ് നോക്കാം. ഒന്നാമത്തെ സംഖ്യ അത് എത്രയാണ്? 2 പ്ലസ് എത്രാമത്തെ സംഖ്യയാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്? 6. അപ്പോൾ 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 5 ഇൻറ്റു പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എത്രയാണ് ഇവിടെ? 2. അപ്പോൾ ഉത്തരം 2 പ്ലസ് 10 സമം 12. ആറാമത്തെ പദം എത്രയായിരിക്കും? 12. നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ പദം 2, രണ്ടാമത്തെ പദം 4, മൂന്നാമത്തെ പദം 6, പിന്നെ എത്രയാണ്? 8, 10, 12. കണ്ടോ? നാലാമത്തെ പദം 8, അഞ്ചാമത്തെ പദം 10, ആറാമത്തെ പദം എത്രയാണ്? 12. കണ്ടോ? അപ്പോൾ നമ്മളോട് ഒരു ശ്രേണി തന്നിട്ട് ആ ശ്രേണിയിലെ ഇത്രാമത്തെ പദം, 10ാമത്തെ പദം അല്ലെങ്കിൽ 15ാമത്തെ പദം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഫോർമുല ഉപയോഗിക്കണം? ഉണ്ടോ? അപ്പോൾ 6ാമത്തെ പദം ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ പദം പ്ലസ് 6 - 1 ഇൻറ്റു പൊതുവ്യത്യാസം ചെയ്തു അല്ലേ? അപ്പോൾ n പദങ്ങൾ 10ാമത്തെയോ 5ാമത്തെയോ 4ാമത്തെയോ അങ്ങനെ n-ാമത്തെ പദം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പദം പ്ലസ് n - 1 ഇൻറ്റു എന്ത് ചെയ്യണം? d പൊതുവ്യത്യാസം. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ഫോർമുല. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, മറക്കരുത്. മനസ്സിലായോ? ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ 1, 4, 7 ഇങ്ങനെ പോകുന്ന ശ്രേണി. ഈ ശ്രേണിയിലെ 5ാമത്തെ പദം കണ്ടുപിടിക്കണം. x5 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചാണെങ്കിൽ x5 സമം എന്താണ്? ആദ്യത്തെ പദം പ്ലസ് 5 - 1 ഇൻറ്റു d. ഈ 5 എവിടെ നിന്ന് വന്നു? 5ാമത്തെ പദം. കണ്ടോ? 5ാമത്തെ പദം നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 5 - 1 ഇൻറ്റു d സമം ആദ്യത്തെ പദം എത്രയാണ്? 1 പ്ലസ് 5 - 1 എത്രയാണ്? 4 ഇൻറ്റു പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കണം. 4 - 1 സമം എത്രയാണ്? 3. സോ പൊതുവ്യത്യാസം 3 കിട്ടി. ഗുണിക്കുക. അപ്പോൾ എത്രയാണ്? 1 പ്ലസ് 4 3 12 സിക്കൽ എന്താണ്? 13. മനസ്സിലായോ? നമുക്ക് നോക്കാം. എത്രാമത്തെ പദം ചോദിച്ചാൽ 5ാമത്തെ. നോക്കിക്കോളൂ. ഇവിടെ 3 വീതം കൂടി പോകുന്ന ശ്രേണിയാണ്. അപ്പോൾ 4 3 7, 7 3 10, 10 3 എന്താണ്? 13. കണ്ടോ? ഒന്നാമത്തെ പദം 4, ഒന്നാമത്തെ പദം 1, രണ്ടാമത്തെ പദം 4, മൂന്നാമത്തെ പദം 7, നാലാമത്തെ പദം 10, അഞ്ചാമത്തെ പദം എത്രയാണ്? 13. കണ്ടോ? അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് എത്രാമത്തേലും പദം ചോദിക്കും. അപ്പോൾ പദം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പദം സമം എന്താണ്? ആദ്യത്തെ പദം പ്ലസ് n - 1 ഇൻറ്റു d. ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം, മറക്കരുത്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ചില പ്രോബ്ലംസ് ചെയ്യാം. The first term of an arithmetic sequence is 2 and the common difference is 5. What is its 30th term?
ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം 2ഉം പൊതുവ്യത്യാസം 5ഉമാണ്. ഇതിലെ 13ാമത്തെ പദം എത്രയാണ്? ഓക്കെ, അത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ പദം തന്നിട്ടുണ്ട് x1 2. പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം ഇനി കണ്ടുപിടിക്കേണ്ട, അത് എത്രയാണ്? 5. 13ാമത്തെ പദം ചോദിച്ചിരിക്കുന്നു. അപ്പൊ x13 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ x13 കാണണം. ആദ്യം ഫോർമുല എഴുതുക. xn ആണ് കാണാൻ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? x1 ആദ്യത്തെ പദം പ്ലസ് എന്താണ്? n-1 ഇൻറ്റു d. അപ്പോ x13 ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പദം പ്ലസ് എന്താണ്? 13 -1 ഇൻറ്റു എന്താണ്? d. ഇനി ആദ്യത്തെ പദം 12 എത്രയാണ്? 2 പ്ലസ് 13 -1 12 ഇൻറ്റു d. പൊതുവ്യത്യാസം എത്രയാണ്? 5. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 60 എത്രയാണ്? 62. ഓക്കെ, അടുത്ത പ്രോബ്ലം. The 12th term of an arithmetic sequence is 25 and the common difference is 3. What is the 70th term? ഒരു സമാന്തര ശ്രേണിയിലെ 12ാം പദം 25 ആണ്, പൊതുവ്യത്യാസം 3. ഈ ശ്രേണിയിലെ 17ാമത്തെ പദം എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. ഈ ശ്രേണിയിൽ നമുക്ക് 12ാമത്തെ പദമാണ് തന്നേക്കുന്നത്. x12 25. ഇനി എന്താണ്? പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം എത്രയാണ്? 3. ആൻഡ് 17ാമത്തെ പദം ചോദിച്ചിരിക്കുകയാണ്, x17. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? x17 ആണ്. അപ്പൊ x17 കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല അനുസരിച്ചാണെങ്കിൽ x1 പ്ലസ് 17 -1 ഇൻറ്റു d ചെയ്യണം അല്ലേ? അതായത് x1 പ്ലസ് 16 d ചെയ്യണം. അപ്പൊ ഇവിടെ d നമുക്കറിയാം, പക്ഷെ എന്തറിയില്ല? x1 അറിയില്ല. അപ്പൊ ആദ്യം നമുക്ക് x1 കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് ഡാറ്റ x12ഉം ഡിയും ഉപയോഗിച്ച് നമുക്ക് a ആദ്യം കണ്ടുപിടിക്കണം, x1 കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം മനസ്സിലായോ? ആദ്യത്തെ പദത്തിനാണ് നമ്മൾ a എന്ന് പറയാം. ആ ഫസ്റ്റ് ടേം x1. ഓക്കെ, അത് കണ്ടെത്തണം. അപ്പൊ അതിന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് ആദ്യം എന്ത് ചെയ്യുന്നു? x1 കണ്ടെത്തുന്നു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അറിയാം, ഇവിടെ 12ാമത്തെ പദം 25. അപ്പൊ എഴുതാ x12 എത്രയാണ്? 25. പിന്നെന്താണ്? പൊതുവ്യത്യാസം 3. d എത്രയാണ്? 3. നമുക്ക് x12ന്റെ ഫോർമുല എഴുതാം. x12 എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ഈക്വൽ ടു x1 പ്ലസ് 12 -1 ഇൻറ്റു d. അതായത് x1 പ്ലസ് 11d. x12 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 25. അപ്പോ 25 സമം x1 നമുക്കറിയില്ല, അങ്ങനെ തന്നെ ഇട്ടോളൂ. പ്ലസ് 11 ഇൻറ്റു d. d നമുക്കറിയാം, d എത്രയാണ്? 3. കണ്ടോ? അപ്പോൾ നമുക്ക് x12ന്റെ ഫോർമുല എഴുതുക. അതിനകത്ത് x12ന്റെ വില കൊടുക്കുക, ഡിയുടെ വില കൊടുക്കുക. ഒരു വില മാത്രം ഉണ്ടാവില്ല, അതാരാണ്? x1. നമുക്ക് പിന്നെ കണ്ടുപിടിക്കാമല്ലോ. 25 സമം x1 പ്ലസ് 11 ഇൻറ്റു 3 33. അപ്പോൾ x1 സമം എന്തായിരിക്കും? നമുക്ക് ഈ 33നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്താവും? പോസിറ്റീവ് 33 പുറത്ത് വരുമ്പോൾ -33 ആവും. അപ്പൊ 25 മൈനസ് 33 ദാറ്റ് ഈസ് ഈക്വൽ ടു -8. എത്രയാണ്? -8. കണ്ടോ? അപ്പൊ x1 -8 കിട്ടി. നമുക്കിനി എന്ത് കണ്ടെത്താം? 17ാമത്തെ പദം കണ്ടെത്താം. നമുക്ക് എന്ത് കിട്ടി? x1 സമം -8, പൊതുവ്യത്യാസം സമം എത്രയാണ്? 3. ഇനി എന്താണ് കാണാൻ ചോദിച്ചേക്കണം? x17. 17ാമത്തെ പദം വളരെ എളുപ്പമല്ലേ? x1 പ്ലസ് 17 -1, അതായത് 16 ഇൻറ്റു t. ഈ 16 എങ്ങനെ കിട്ടി? 17 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു x1 എത്രയാണ്? -8 പ്ലസ് 16 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -8 പ്ലസ് 48 സമം 40. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്. In an arithmetic sequence, the 5th term is 32 and the 11th term is 74. What are the numbers in this sequence? ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 32ഉം 11ാം പദം 74ഉമാണ്. ശ്രേണിയിലെ സംഖ്യകൾ ഏതൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. സമാന്തര ശ്രേണിയിലെ 5ാമത്തെ പദം തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് x5 തന്നിട്ടുണ്ട്. എത്രയാണ്? 32.
പിന്നെ എന്താണ് 11ാമത്തെ പദം ഉണ്ട് 74. അപ്പോൾ എക്സ് 11 74 സംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കണം? x1 കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം, x3 കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. മനസ്സിലായോ? x1 കാണണം, അതിനോട് പൊതുവ്യത്യാസം കൂട്ടിയാലാണ് എന്ത് കിട്ടുള്ളൂ? x2 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് x1 കണ്ടുപിടിക്കണം, പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് x5ഉം x11. അതായത് 5ാമത്തെ പദവും 11ാമത്തെ പദവും നമുക്ക് തന്നിട്ടുള്ളൂ. ഇങ്ങനെ പോകുമ്പോൾ 5ാമത്തെ പദം 32, ഇങ്ങനെ പോയി എന്താണ് 74 എന്ന് പറയുന്നത് 11ാമത്തെ പദം. x5ഉം എന്താണ് x11. ഈ രണ്ട് ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബാക്കിയുള്ള പദങ്ങളും കണ്ടെത്തണം. വെരി സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം x5 തന്നിട്ടുണ്ടല്ലോ, x5 കാണുന്ന എങ്ങനെ നോക്കാം? x5 ആദ്യത്തെ പദം പ്ലസ് 5 - 1 4 d. ഇക്വേഷൻ നമ്പർ 1. അതായത് x5 നമുക്ക് തന്നിട്ട് എത്രയാണ്? 32. അപ്പോൾ 32 സമമാണ് എന്ത്? x1 അറിയില്ല പ്ലസ് 4d, ഡിയും അറിയില്ല. എന്നിട്ട് അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ഡാറ്റ തന്നേക്കുന്നത് 11ാമത്തെ പദം 74. അപ്പോൾ x11 x1 പ്ലസ് എത്ര d വരും? 10d. കണ്ടോ, ഒരു d കുറയും. 11 - 1 ആണ് ഇവിടെ വരാം. അപ്പോൾ എത്രയാണ്? 10. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് x11 എത്രയാണ്? 74. അപ്പോൾ 74 സമം x1 പ്ലസ് 10d. ഇതിനെ എടുക്കാം കേട്ടോ, ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ നമ്പർ 2-ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യാൻ പോകുന്നത്? കുറയ്ക്കാൻ പോകുന്നത്. എന്താണ്? ഇക്വേഷൻ നമ്പർ 2-ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ നോക്കൂ, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ എന്താണ്? 1. ഓക്കെ, നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 2 എത്രയാണ്? 74 സമം എന്താണ്? x1 പ്ലസ് 10d. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എത്രയാണ്? 32 സമം എന്താണ്? x1 പ്ലസ് 4d. അപ്പോൾ നമുക്കറിയാം, കുറയ്ക്കുമ്പോൾ x1 കുറയ്ക്കുമ്പോൾ എന്താണ്? 0 കിട്ടും. 10 - 4 പോയാൽ 6d. ഇവിടെ 4 - 2 പോയാൽ 2, 7 - 3 പോയാൽ 4. അപ്പോൾ നമുക്ക് 6d സമം 42 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ d സമം എന്തായിരിക്കും? 42/6 എത്രയാണ്? 66 7 6 42. d സമം ഉത്തരം കിട്ടി, 7 എന്ന് ഉത്തരം കിട്ടി. ഇനി വളരെ എളുപ്പമാണ് അല്ലേ? എന്താണ്? ഈ 7 എന്ന് പറഞ്ഞ വില ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x1ന്റെ വില കിട്ടും. ഇപ്പോൾ 7 എന്ന് പറഞ്ഞ വില ഡിയുടെ സ്ഥലത്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. നോക്കിക്കോളൂ. ഇപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് 4d സമം 32. അതിനകത്ത് ഇപ്പോൾ d സമം നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. ആ ഡിയുടെ വില ഇവിടെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ x1 പ്ലസ് 4 × 7 സമം 32. ദാറ്റ് ഈസ് x1 പ്ലസ് 28 32. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 28 പുറത്തോട്ട് കൊണ്ടുവരിക. അതായത് 32 മൈനസ് 28. അപ്പോൾ x1 എന്ത് കിട്ടും? 4. കണ്ടോ, നമ്മുടെ ചോദ്യം പദങ്ങൾ കണ്ടെത്താണ്. അപ്പോൾ നമുക്ക് x1 കണ്ടുപിടിക്കുക. അതിൻ്റെ ഉത്തരം എത്രയാണ്? 4 കിട്ടി. ഇനി x2 കാണാൻ എന്ത് ചെയ്യണം? വളരെ എളുപ്പമല്ലേ? 4നോട് പൊതുവ്യത്യാസം കൂട്ടുക. 4 പ്ലസ് 7, 4നോട് 7 കൂട്ടാം. കൂട്ടി കഴിയുമ്പോൾ എത്ര കിട്ടും? 7 × 4 11. x3 മൂന്നാമത്തെ പദം കിട്ടാനോ വീണ്ടും 7 കൂട്ടുക പ്ലസ് 7 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 18. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ എന്താണ്? ആദ്യത്തെ പദം ഫസ്റ്റ് ടേം 4, പിന്നത്തെ ടേം 11, പിന്നത്തെ ടേം 18. ഇനി എന്ത് ചെയ്താൽ മതി? 7 വെച്ച് അങ്ങോട്ട് കൂട്ടിപ്പോയാൽ മതി. കണ്ടോ? ക്ലിയർ? ഓക്കെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്? x5 എഴുതി. x5 സമം 32, x1 നമ്മൾക്ക് അറിയില്ല, 4d. x5 എങ്ങനെയാണ് 4d വന്നത്? 5 - 1 4.
അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അതുപോലെ x11 തന്നിരിക്കുന്നത് 74 എന്ന് എഴുതുക. 74 x11 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 10d. എന്നിട്ട് ഈ ഇക്വേഷൻ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് x1 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ d കിട്ടും. d കൊണ്ടുവന്ന് ഏതെങ്കിലും ഇക്വേഷൻ 1ലോ 2ലോ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? x1ന്റെ വില കിട്ടുന്നു. x1നോട് d കൂട്ടി നമുക്ക് ശ്രേണി കണ്ടെത്താം. ക്ലിയർ? In the arithmetic sequence 3, 7, 11 is 101 atom. What about 103? 3, 7, 11 ഇങ്ങനെ തുടർന്ന് സമാന ശ്രേണിയിൽ 101 ഒരു പദമാണോ? 103 ആണെങ്കിലോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യണേക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചു xn കാണാൻ എന്ത് ചെയ്യണം? x1 പ്ലസ് എന്ത് ചെയ്താൽ മതി? n-1 ഇൻറ്റു d. ഇവിടെ സാറ് x1 ഇപ്പുറത്തോട്ട് എടുത്താൽ xn മൈനസ് x1 സമം n-1 ഇൻറ്റു d. ഇങ്ങനെയാവൂലേ? എന്താ വെച്ചാൽ ജസ്റ്റ് ഈ x1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് x1 സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുത്തു, xnന്റെ സ്ഥലത്തേക്ക് എടുത്തു. അപ്പോൾ അത് മൈനസായി. ഇനി വീണ്ടും ഈ n-1 ഇൻറ്റു d ഇല്ലേ, അതിനവിടെ നിർത്തിയിട്ട് d-നെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ xn മൈനസ് x1 ഡിവൈഡ് ബൈ, ഇവിടെ d ഗുണിച്ചിരിക്കുകയാണ്, സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമാവും. d ഇസ് ഈക്വൽ ടു എന്താണ്? n-1. വീണ്ടും ഈ -1നെ ഞാൻ ഇപ്പുറത്തോട്ട് എടുത്താൽ ഇവരൊരുമിച്ചാണേ. അപ്പോൾ n മാത്രം ഒരു സൈഡിലാവും അല്ലേ. അപ്പോൾ നമുക്കൊരു പുതിയ ഒരു ഫോർമുല കിട്ടും. ആ ഫോർമുല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. n സമം n മാത്രം ഇവിടെ ആവും. ഉണ്ടോ? -1 അപ്പുറം പോയി ഇവിടെ ഇപ്പുറത്ത് ആരുണ്ട്? ഇവർ കിടപ്പുണ്ട്. xn മൈനസ് x1 ഡിവൈഡ് ബൈ d. അത് അത്രയും ചെയ്തതിന് ശേഷം പ്ലസ് 1. അതായിരിക്കും എന്ത്? n. എന്താണ് n? n എന്ന് പറഞ്ഞാൽ 5ാമത്തെ പദം, 6ാമത്തെ പദം, അങ്ങനെ എത്രാമത്തെ പദമാണോ അതാണ് എന്ത്? n. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ മറക്കരുത്. എന്താണ് ഫോർമുല? n ഇസ് ഈക്വൽ ടു xn മൈനസ് x1 ഡിവൈഡ് ബൈ d പ്ലസ് 1. ഈ പ്ലസ് 1 ചെയ്യേണ്ടത് എപ്പോഴാണ്? അതെല്ലാം ചെയ്തതിന് ശേഷം. ഇനി നിങ്ങളോട് 101 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. 103 ഒരു പദമാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 101 എത്രാമത്തെ പദമാണെന്ന് കണ്ടെത്തണം. 103ഉം എത്രാമത്തെ പദമാണെന്ന് നമുക്ക് കണ്ടെത്തിയാൽ മതി. അപ്പം അങ്ങനെ പദമാണെന്ന് കണ്ടെത്തുമ്പോൾ ഇപ്പോൾ 5ാമത്തെ പദമാണോ, 6ാമത്തെ പദമാണോ, 7ാമത്തെ പദമാണോ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ 5.5ാമത്തെ പദം, 6.3ാമത്തെ പദം, അങ്ങനെ പോയിന്റ് വരില്ലല്ലോ. അങ്ങനെ ഒരിക്കലും പോയിന്റ് വരില്ല. നമുക്ക് ഇത്രാമത്തെ പദമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 101 എത്രാമത്തെ പദമാണെന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 101 പദമായി വരുന്ന n കണ്ടുപിടിച്ചാൽ മതി. അതായത് 103 എത്രാമത്തെങ്കിലും പദമാകുമോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ n കാണുമ്പോൾ, നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ n കണ്ടുപിടിക്കുക. n കാണുമ്പോൾ ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ 5, 6, 7, 10, 11 അങ്ങനെ ഒരു എണ്ണൽ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ പദമായി വരും. അല്ല n കാണുമ്പോൾ ഒരു എണ്ണസംഖ്യയല്ല, നമുക്കിങ്ങനെ ദശാംശ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ ആ ശ്രേണിയിലെ പദമാകില്ല. ഇനിയും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ ആദ്യത്തെ പദം 3, രണ്ടാമത്തെ പദം 7, മൂന്നാമത്തെ പദം 11. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്തെല്ലാം ഡാറ്റ കിട്ടും? ആദ്യത്തെ പദം കിട്ടും. അത് എത്രയാണ്? 3. പൊതുവ്യത്യാസം നമുക്ക് വേണം. അതിന് നമുക്ക് 7ന്ന് 3 കുറയ്ക്കാം. അപ്പോൾ എത്രയാണ്? 4. ഓക്കെ, അത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് പറയുന്നത് 101 ഒരു പദമാകുമോ? നമുക്കറിയില്ല. 101 എത്രാമത്തെങ്കിലും പദമായിരിക്കും എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ xn എന്ന് എടുത്തു, എന്നിട്ട് 101 എന്ന് എഴുതി. ഇനി n കണ്ടുപിടിക്കുക. ഈ n കണ്ടുപിടിക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടിയാൽ 101 പദമാകും. അപ്പോൾ n കാണാനുള്ള സമവാക്യം എന്താ? xn മൈനസ് x1 ഡിവൈഡ് ബൈ d. പിന്നെ എന്ത് ചെയ്യണം? ഒരു +1 കൂട്ടണം. സോ ദിസ് ഈസ് ഈക്വൽ ടു xn. xn എത്രയാണ് ഇവിടെ? 101 മൈനസ് x1 എത്രയാണ്? 3 ഡിവൈഡ് ബൈ d. d എത്രയാണ്? 4 പ്ലസ് 1. 101ന്ന് 3 പോയാൽ എത്രയാ? 101ന്ന് 3 പോയാൽ 98. 98 ബൈ 4 അല്ലേ. അപ്പോൾ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കാം. ആദ്യം 2 കൊണ്ട് വെട്ടി ഹരിക്കാം. 2 കൊണ്ട് ഇവിടെ 2 കിട്ടും. 98ന് 2 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 4, 9, 49.
49/2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 49/2 എന്ന് പറയുമ്പോൾ 24.5 പ്ലസ് 1 ഈക്വൽ ടു 25.5 പദം ആയിരിക്കും 101. അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ. 25 പദം എന്ന് വരാം, അല്ലെങ്കിൽ എന്താണ് 26 പദം എന്ന് പറയാം. അല്ലാതെ 25.5 പദമാണ് എന്ന് വരുമോ? ഇല്ല. അപ്പോൾ ഒരിക്കലും 101 ഒരു പദമായിട്ട് ഈ ശ്രേണിയിൽ ഇനി പോകുമ്പോൾ 101 എന്ന് പറയുന്ന ഒരു പദം വരില്ല. എന്താ വരാത്തതിന് കാരണം? അത് 25.5 പദമാണെന്ന്. അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ. 25യോ അല്ലെങ്കിൽ 26യോ ഒക്കെ ആയിട്ടേ വരുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ n കണ്ടുപിടിക്കുക. n കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദശാംശ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ, പോയിന്റ് ഉള്ള ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പറയാ അതെന്താണ്, ഈ സമാന്തര ശ്രേണിയിലെ പദമാകില്ല. ഇനി വീണ്ടും ആ ക്വസ്റ്റ്യനിൽ 103 ഒരു പദമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ചെയ്യാം. x1 എത്രയാണ്? x1 = 3. പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ച നേരത്തെ 4. xn സമം 103 നിങ്ങൾ എടുക്കണം. ഓക്കെ. ഇനി n കാണാനുള്ള ഫോർമുല എഴുതാം. n = എന്താണ്? xn മൈനസ് x1 ഡിവൈഡ് ബൈ d പ്ലസ് 1. ഇവിടെ നോക്കൂ. n സമം xn എത്രയാണ്? ഇവിടെ 103 മൈനസ് x1 എത്രയാണ്? 3 ഡിവൈഡ് ബൈ d എത്രയാണ്? 4 പ്ലസ് 1. 103 ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 100 ബൈ 4 പ്ലസ് 1 ഈക്വൽ ടു 100നെ 4 കൊണ്ട് വെട്ടി ഹരിച്ച് എത്ര കിട്ടും? 25 അല്ലേ? 25 പ്ലസ് 1 ഈക്വൽ ടു എന്താണ്? 26. ഇതിന്റെ അർത്ഥം എന്താ? 26ാമത്തെ പദമാണ് ഈ ശ്രേണിയുടെ. 26ാമത്തെ പദമാണ് ആര്? 103. കണ്ടോ? അപ്പൊ 103 ഒരു പദമാകുമോ? ആകും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്.